അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇപ്പോൾ ചർച്ചയാവുന്ന ഒരു പ്രതികരണം നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ നടത്തി. അതായത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആക്രമണത്തിൽ കൊല്ലപ്പെടുമായിരുന്നു. ഞാൻ ഇടപെട്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തടഞ്ഞതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് പ്രസിഡന്റ് ട്രംപ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ശരിക്കും ഇത് വളരെ കൗതുകമുള്ള ഒരു കാര്യമാണ്. അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു വെളിപ്പെടുത്തൽ ട്രംപ് നടത്തുന്നത്. സ്റ്റേറ്റ് ഓഫ് ദ യൂണിയൻ അഭിസംബോധനയിലാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചതിൽ അവകാശവാദം ഇദ്ദേഹം ആവർത്തിക്കുന്നത്. താൻ ഇടപെട്ടുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയില്ലായിരുന്നെങ്കിൽ പാകിസ്ഥാനില് 3.5 കോടി ആളുകൾ മരണപ്പെട്ടു പോകുമായിരുന്നു. അതില് പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് വരെ മരണം സംഭവിക്കുമായിരുന്നു. താനാണ് അതിനെ തടഞ്ഞത് എന്നാണ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയ്ക്ക് ഇപ്പോൾ സുവർണ യുഗമാണെന്നും രാജ്യത്ത് വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുകയാണെന്നും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ട്രംപിന്റെ ക്ലെയിം ഇപ്പോ നമ്മുടെ ഇന്ത്യയിലെ രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വിശ്വസിക്കുമോ? അതായത് ഇത്രയും കാലം ട്രംപ് പറയുന്നത് മാത്രമേ വിശ്വസിക്കില്ലായിരുന്നു. ഇപ്പോൾ ട്രംപ് പറയാണ് ട്രംപ് രക്ഷിച്ചത് പാകിസ്ഥാനിലെ 3.5 കോടി ജനങ്ങളെയും അവരുടെ പ്രധാനമന്ത്രിയുടെ ജീവനുമാണ് എന്ന്. നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പ്രധാനമായിട്ട് കേട്ട വാർത്തകളിൽ 2 വാർത്തകൾ പ്രേക്ഷകർ ഓർക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്, പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ കാണാനില്ല, മൂപ്പർ ഒളിവിപ്പോയി. 2, പാകിസ്ഥാന്റെ മിലിറ്ററി ചീഫ് അസിം മുനീർ രാജ്യം വിട്ടു. ഈ 2 വാർത്തകൾ നമ്മൾ ആ സമയത്ത് കേട്ടു. കാരണം പാകിസ്ഥാൻ ആ സമയത്ത് ഭയന്നിരുന്നു, ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ മറവില് ഇന്ത്യ പാക് പ്രധാനമന്ത്രിയെയോ പാകിസ്ഥാന്റെ മിലിറ്ററി ചീഫിനെയോ ആക്രമിച്ചേക്കുമെന്ന് അവർ ഭയപ്പെട്ടിരുന്നു ശരിക്കും. അതുകൊണ്ട് തന്നെ 2 പേരും ഒളിവിൽ പോവുകയാണ് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ട്രംപ് പറയുന്നത് ശരിയായിരിക്കാം. എങ്ങനെയെന്നാൽ ട്രംപിന്റെ വെർഷനെ പൂർണ്ണമായിട്ട് നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല. പക്ഷെ അതിന് വേറൊരു വശം വേണമെങ്കിലുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ഭരണകൂടവും അമേരിക്കയെ സമീപിച്ചിരിക്കാം. അമേരിക്കയുടെ തന്നെ ഒഫീഷ്യൽ റെക്കോർഡ്സ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ പുറത്തു വന്നു. 50-ലധികം തവണയാണ് ഇമെയിൽ വഴി, നേരിട്ട് ഫോൺ കോൾ വഴി അമേരിക്കൻ ഭരണകൂടത്തെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാൻ ബന്ധപ്പെടുന്നത്. നേരിട്ട് അവരുടെ എംബസി വഴിയാണ് ബന്ധപ്പെടുന്നത്. ഇമെയിൽ വഴി പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസും അസിം മുനീറിന്റെ ഓഫീസും ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നിരന്തരമായിട്ട് പാകിസ്ഥാൻ ഈ അമേരിക്കയെ വിളിച്ചിട്ട് ഇത് എങ്ങനെ നിർത്തണം, കാരണം ഞങ്ങളുടെ മുമ്പിൽ വേറെ ചോയ്സ് ഇല്ല, യുദ്ധം തുടരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആണവായുധം ഉപയോഗിക്കല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. കാരണം ഈ പാകിസ്ഥാന്റെ ആണവായുധം എന്ന് പറയുന്നത് അതിന്റെ മേൽ അമേരിക്കയ്ക്ക് ഒരു കൺട്രോൾ ഉണ്ട്. അമേരിക്കയുടെ അനുവാദമില്ലാതെ ഒരിക്കലും പാകിസ്ഥാന് ആണവായുധം ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് അമേരിക്കയിലെ തന്നെ റിട്ടയർഡ് ആയ ചില ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തലുകളായിരുന്നു. അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് അത്രേ പാകിസ്ഥാൻ ആണവായുധം. അതിന്റെ പ്രധാന കാരണം ഇസ്രയേലിന് ഒരിക്കലും പാകിസ്ഥാൻ ഒരു ത്രെട്ടായിട്ട് മാറരുത് എന്നുകൊണ്ടാണ്. ഇസ്രയേലിനെന്നല്ല, നാളെ അമേരിക്കയ്ക്കും പാകിസ്ഥാൻ ഒരു ഭീഷണിയാവരുത്. പാകിസ്ഥാനിൽ എന്തെങ്കിലും ഒരിക്കലും ഒരു അമേരിക്കൻ വിരുദ്ധ ഭരണകൂടം അധികാരത്തിൽ വന്നാലോ ഇസ്രയേൽ വിരുദ്ധ ഭരണകൂടം അധികാരത്തിൽ വന്നാലോ ഒരു പക്ഷേ ആണവായുധം അമേരിക്കയ്ക്കെതിരെയോ ഇസ്രയേലിനെതിരെയോ ഒക്കെ ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒരിക്കലും അമേരിക്ക പാകിസ്ഥാൻ ആണവായുധത്തിന് മേലുള്ള അവരുടെ സ്വാധീനം വേണ്ടെന്ന് വെക്കില്ല. അത് എപ്പോഴും അവരുടെ ഒരു നിയന്ത്രണത്തിൽ തന്നെയായിരിക്കും. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യയെ പല രീതിയിൽ ആക്രമിക്കാൻ നോക്കുന്നു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാലിസ്റ്റിക് മിസൈലുകൾ, അതുപോലെ തുർക്കി കൊടുത്ത ഡ്രോണുകൾ, ഇതെല്ലാം ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്നു. ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഇതിനെല്ലാം തകർക്കുന്നു. എന്നിട്ട് തിരിച്ച് ഇന്ത്യ കൊടുക്കുന്ന തിരിച്ചടിയെല്ലാം അവർക്ക് കിട്ടുന്നു. അവരുടെ ആണവായുധ സംഭരണശാലകളുടെ കേന്ദ്രങ്ങളുടെ തുടക്കം, അതിന്റെ കവാടത്തിന്റെ ഭാഗത്ത് വരെ ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായെന്നാണ് പറയുന്നത്. മാത്രമല്ല അവരുടെ റൺവേകൾ തകർക്കുന്നു. ഇതിന്റെ എല്ലാം സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിരന്തര തിരിച്ചടികൾ അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ പാകിസ്ഥാൻ ബുദ്ധിപരമായിട്ട് അമേരിക്കയെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ആണവായുധം ഉപയോഗിക്കുക അല്ലാതെ മറ്റു വഴിയില്ല, ഞങ്ങളുടെ കയ്യിൽ ഇന്ത്യയുമായിട്ടൊരു കൺവെൻഷണൽ യുദ്ധം ചെയ്യാനുള്ള ശേഷിയില്ല, അതിനുള്ള ആയുധങ്ങളില്ല, അപ്പോൾ ആണവായുധം ഞങ്ങൾ ഉപയോഗിക്കേണ്ടി വരും, കാരണം ഞങ്ങൾക്ക് നിലനിൽപ്പ് നോക്കാതിരിക്കാൻ പറ്റില്ല, അത് 2 രാജ്യങ്ങളും തമ്മിൽ ഒരു ആണവ യുദ്ധത്തിലേക്ക് പോവും, കോടിക്കണക്കിന് ആളുകൾ മരിക്കും, ഞങ്ങളെ രക്ഷിക്കണം, ഈ പ്രശ്നത്തിന് എങ്ങനെയെങ്കിലും ഒരു പരിഹാരം കാണണമെന്ന് സ്വാഭാവികമായിട്ട് പാകിസ്ഥാൻ അവരുടെ ബോസ് ആയിട്ടുള്ള അമേരിക്കയെ വിളിച്ച് ചോദിച്ചിട്ടും പറഞ്ഞിട്ടും ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ ശക്തി എന്നുള്ള നിലയിൽ അമേരിക്ക അവരുടെ നയതന്ത്ര വഴികളിലൂടെ ഇടപെടാൻ ശ്രമിക്കും. ഇന്ത്യയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും, പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പറയാൻ ശ്രമിക്കുമായിരിക്കും. അത് ചിലപ്പോൾ റഷ്യ ചെയ്യും, അത് സൗദി ചെയ്യും, ലോകത്തെ എല്ലാ രാജ്യങ്ങളും ചെയ്യും. ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈനോടും അതുപോലെ റഷ്യയോടും പറയുന്നു, മക്കളെ യുദ്ധം ഒന്നിനും പരിഹാരമല്ല, നിങ്ങളത് നിർത്തുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരത് കേൾക്കണോ വേണ്ടെന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ ലോകരാജ്യങ്ങൾ ഒരു വിഷയം വന്നാൽ ഇടപെടും. അതുപോലെ ഇന്ത്യയോടും പാകിസ്ഥാനോടും വലിയ യുദ്ധമൊന്നും പോകരുത്, 2 ആണവ ശക്തികളാണ്, നിങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്ത പ്രശ്നമാണ് എന്ന് ഒരുപാട് രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇന്ത്യയോട് ഒരു പക്ഷേ അമേരിക്കയുടെ ഏതെങ്കിലും വ്യക്തികൾ
പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ മറുപടി എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ആ സമയത്ത് നടന്ന വാർത്താ സമ്മേളനങ്ങളിലും പിന്നീട് വന്ന പത്രവാർത്തകളിലും ഇന്ത്യയുടെ സ്റ്റാൻഡ് ക്ലിയർ ആയിരുന്നു. ഇന്ത്യ പറഞ്ഞത് ഇന്ത്യ ഇതിനെ മുന്നോട്ടൊരു യുദ്ധമായി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. എപ്പോഴാ പറഞ്ഞെന്നറിയോ? ഇന്ത്യ ആദ്യത്തെ സ്ട്രൈക്ക് നടത്തിയിട്ട് ഭീകരവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ട് ഇന്ത്യ അതിന്റെ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് അന്ന് സ്പോക്ക് പേഴ്സൺസ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ ഒരു ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല, പകരം ഞങ്ങൾ വളരെ കൃത്യതയോടെയാണ് ആക്രമണം നടത്തിയത്. ഞങ്ങൾ ആക്രമിച്ചിരിക്കുന്നത് തീവ്രവാദ കേന്ദ്രങ്ങൾ മാത്രമാണ്, സിവിലിയൻസിനെ ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല. പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെയോ ഇതര അവരുടെ സ്ഥാപനങ്ങളെയോ ലക്ഷ്യമിട്ടിട്ടില്ല. കാരണം ഞങ്ങളിത് ഭീകരവാദത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം മാത്രമായിട്ടാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ തുടങ്ങിയത്. അവിടെ കാര്യങ്ങൾ ക്ലിയർ ആണ്. ഇന്ത്യക്ക് ഒരു ഫുൾ സ്കെയിൽ യുദ്ധം ഇന്ത്യയുടെ താല്പര്യമേ അല്ലായിരുന്നു. പിന്നെ എപ്പോഴാണ് ഓപ്പറേഷൻ സിന്ദൂർ നീണ്ടുപോയത്? ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി കൊടുക്കുമെന്ന് പാകിസ്ഥാൻ പറയുന്നു. നമ്മൾ ആക്രമിച്ചത് ഭീകര കേന്ദ്രങ്ങളാണ്, പക്ഷെ അതിനെ അവർ പാകിസ്ഥാൻ അവരുടെ നേരെയുള്ള ആക്രമണമായിട്ട് കാണുന്നു, ഇന്ത്യക്കെതിരെ തിരിച്ചാക്രമിക്കൂ എന്ന് പറയുന്നു. അങ്ങനെ തിരിച്ചവരടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇന്ത്യ അതിനെ പ്രതിരോധിക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആകാശ യുദ്ധം നടക്കുന്നു. ഈ സംഭവത്തിന് ശേഷവും പാകിസ്ഥാൻ നിരന്തരമായിട്ട് ഇങ്ങോട്ട് പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അറ്റ കൈക്ക് ഇന്ത്യ ഒരു അടി അങ്ങോട്ട് കൊടുക്കുന്നത്. ആ അടിയിലാണ് എല്ലാം ഇരിക്കുന്നത്. ആ അടി കിട്ടിയതോടെയാണ് ഓടി നേരെ സാഷ്ടാംഗം ട്രംപിന്റെ മുമ്പിൽ പോയിട്ട് പ്രണാമം നടത്തുന്നത്. അപ്പോഴാണ് അമേരിക്ക ഇടപെട്ടിട്ടുണ്ടാവും, പാകിസ്ഥാനെ സഹായിക്കാനായിട്ട് ഇന്ത്യയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇന്ത്യയുടെ മറുപടി എങ്ങനെയായിരിക്കും? ഞങ്ങൾ ഈ ഒരു വിഷയത്തിനകത്ത് ഒരു മൂന്നാമതൊരു രാജ്യം ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്നില്ല, പക്ഷേ എന്നിരുന്നാലും ഒരു കാര്യം ചെയ്യുക, പാകിസ്ഥാനോട് ഞങ്ങളെ വിളിക്കാൻ പറയൂ, പാകിസ്ഥാനോട് ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളുടെ സൈന്യവുമായിട്ട് സംസാരിക്കാൻ പറയൂ എന്ന് ഇന്ത്യ പറഞ്ഞിട്ടുണ്ടാവും. പാകിസ്ഥാന്റെ സൈനിക വക്താവ് വിളിക്കുന്നു, ഇന്ത്യയുമായിട്ട് ചർച്ച നടത്തുന്നു. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇനി ഒരു പ്രതികരണം ഉണ്ടാവില്ല, ഞങ്ങൾ നിർത്താൻ തയ്യാറാണ്, നമുക്ക് ഈ പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കാം, ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്ന് പാകിസ്ഥാൻ ഇന്ത്യയോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോഴാണ് ഇന്ത്യ യുദ്ധം നിർത്തുന്നതിന് തയ്യാറാവുന്നത്. അപ്പൊ ഇന്ത്യ ഒരിക്കലും ഒരു ഫുൾ സ്കെയിൽ യുദ്ധം ആഗ്രഹിച്ചിട്ടില്ല ഇവിടെ. അപ്പൊ ഈ സംഭവത്തെ ട്രംപ് എന്ത് ചെയ്തു? പുള്ളിയുടെ ഒരു ക്രെഡിറ്റ് ആയിട്ട് അങ്ങെടുത്തു. കാരണം അമേരിക്ക ഇന്ത്യയോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം, നമുക്കറിയില്ലല്ലോ. നയതന്ത്ര തലത്തിൽ പല രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ഇടയ്ക്ക് ചൈനയും പറഞ്ഞു അവരും യുദ്ധത്തിൽ ഇടപെട്ടു എന്ന്. സ്വാഭാവികമാണ്, ചൈനയുടെ നയതന്ത്ര പ്രതിനിധികളും ഇന്ത്യയോടും പാകിസ്ഥാനോടും പറയും നിങ്ങൾ യുദ്ധം ചെയ്യരുത്, പ്രശ്നമാണ്. ഇത് എല്ലാ രാജ്യങ്ങളും ചെയ്യും. അതുപോലെ അമേരിക്ക ഇടപെട്ട് കാണും. പക്ഷെ ഇവിടെ ട്രംപ് ഒരു സ്വയം പൊങ്ങി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടാണ് യുദ്ധം അവസാനിച്ചതെന്നും പറഞ്ഞുകൊണ്ട് അയാൾ നടക്കുകയാണ്. കാരണം അയാൾക്ക് ജനങ്ങളുടെ മുന്നിൽ പറയാൻ വേറെ വലിയ വിജയങ്ങളൊന്നും ഈ കഴിഞ്ഞ കുറഞ്ഞ കാലയളവിനിടയിൽ ഇല്ല. അയാൾ എന്തൊക്കെയോ അമേരിക്ക എടുത്തങ്ങ് മറിച്ചു കളയെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന മനുഷ്യന് ശരിക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അയാൾ ഇതുപോലെ ഞാൻ യുദ്ധം നിർത്തി, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഇങ്ങനെ വീരവാദം പറഞ്ഞ് നടക്കുകയാണ്. ഇന്ത്യ ആകട്ടെ അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങളെ ഒരു ഘട്ടത്തിലും അംഗീകരിച്ചിട്ടില്ല. അമേരിക്ക യഥാർത്ഥത്തിൽ ഇതിൽ ഇടപെട്ട് അമേരിക്ക പറഞ്ഞുകൊണ്ടാണ് ഈ യുദ്ധം നിന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യ അക്സെപ്റ്റ് ചെയ്തതിനെ. ഇന്ത്യക്ക് അങ്ങനെ ഇല്ല എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അമേരിക്ക പറഞ്ഞത് കൊണ്ടല്ല ഇത് നിർത്തിയത്. പാകിസ്ഥാൻ ഇന്ത്യയെ വിളിച്ച് ഞങ്ങൾ ഇനി ഒന്നിനും ഇല്ലേ തമ്പ്രാന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ പരിപാടി നിർത്തിയത്. അപ്പൊ അത് നമ്മൾ നേരത്തെ തീരുമാനിച്ച പ്രകാരവുമായിരുന്നു. കാരണം നമുക്കൊരു ഫുൾ സ്കെയിൽ യുദ്ധം അല്ല ലക്ഷ്യം, എക്കണോമിക് ഗ്രോത്ത് ആണ്. അപ്പൊ ഇപ്പോ കാര്യങ്ങൾക്കൊരു വ്യക്തത വരികയാണ്. എന്ന് വെച്ചാൽ ട്രംപ് ഭരണകൂടത്തെ പാകിസ്ഥാൻ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടാവുക കോടിക്കണക്കിന് ആളുകൾ മരിക്കും, ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണ്, ഇന്ത്യ ചിലപ്പോൾ അവർ പറഞ്ഞു കാണും ഇന്ത്യ ഞങ്ങളെ പ്രധാനമന്ത്രിയും അവരുടെ സൈനിക മേധാവിയും ഒക്കെ ലക്ഷ്യമിടുന്നുണ്ട്, അപ്പോൾ ഏത് വിധേനയും ഇത് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ വലിയ നാശം സംഭവിക്കും എന്നൊക്കെ പറഞ്ഞു കാണും. ട്രംപ് ഇപ്പോൾ അതെല്ലാം വിളിച്ചു പറയുകയാണ്. ട്രംപ് ഇന്നലെ പറഞ്ഞ എന്താണ്? ട്രംപ് പറഞ്ഞത് പാകിസ്ഥാനിലെ 3.5 കോടി ജനങ്ങളുടെ ജീവനും അവരുടെ പ്രധാനമന്ത്രിയുടെ ജീവനും വരെ താൻ രക്ഷിച്ചു എന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? പാകിസ്ഥാനാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം നടത്തിയത്, അല്ലാതെ ഇന്ത്യക്ക് അതിന്റെ ആവശ്യമില്ല. ഇതിന് വേറൊരു തെളിവും കൂടി നമ്മുടെ മുമ്പിലുണ്ട്. ഇസ്രയേലിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് പാകിസ്ഥാൻ. ഇസ്രയേലിന്റെ ശത്രു മാത്രമല്ല, ഹമാസ് ഇസ്രയേൽ വിഷയത്തിൽ പൂർണ്ണമായിട്ടും ഹമാസിനൊപ്പവും പലസ്തീനൊപ്പവും നിന്ന പാകിസ്ഥാൻ എത്ര പെട്ടെന്നാണ് മറുകണ്ഠം ചാടിയത്. ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്നത് പാലസ്തീനെ ഉണ്ടാക്കാനുള്ള പരിപാടിയൊന്നും അല്ല എന്ന് എല്ലാവർക്കും അറിയാം. അവിടെ സമാധാനം, ഗാസയിൽ സമാധാനം ഉണ്ടാക്കണം, അതോടൊപ്പം തന്നെ ഇസ്രയേൽ കൂടുതൽ സുരക്ഷിതമാകണം. ഇതാണ് ട്രംപിന്റെ ഉദ്ദേശം. അപ്പൊ ഇപ്പോൾ തത്വത്തിൽ പാകിസ്ഥാൻ സൈന്യം ഗാസയിൽ പോയിട്ട് ഇസ്രയേലിന് വേണ്ടിയിട്ടാണ് പണിയാൻ പോകുന്നത്. ഇസ്രയേലിനെ എതിർത്തുകൊണ്ടിരുന്നവരാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ അത്രയും അമേരിക്ക ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. മാത്രമല്ല ബോർഡ് ഓഫ് പീസിനകത്ത് പോയി നിന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോട് സ്റ്റാൻഡപ്പ് എന്ന് ട്രംപ് പറയുമ്പോൾ മൂപ്പര് എണീറ്റ് നിൽക്കുകയാണ്, ഈ ക്ലാസ് റൂമിൽ ടീച്ചർ കുട്ടികളോട് പറയുന്ന പോലെ. ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായിട്ടുള്ള വിഷ്വൽസ് ആണ്. ആർക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ ആധികാരികത ഗൂഗിൾ ചെയ്ത് ഉറപ്പുവരുത്താവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് പാക് പ്രധാനമന്ത്രിക്ക് അവിടെ ഒരു അച്ചടക്കമുള്ള കുട്ടിയെ പോലെ, ഒരു ഭൃത്യനെ പോലെ പോയി ഇരിക്കേണ്ടി വരുന്നത്?
അവിടെയാണ് പാകിസ്ഥാന്റെ ദൗർബല്യം. കാരണം എന്ത് ചെയ്തിട്ടാലും അമേരിക്കയെ കൂടെ നിർത്തിയേ പറ്റൂ. അമേരിക്ക കൂടെ ഇല്ലെങ്കിൽ ഇന്ത്യ വീണ്ടും ആക്രമിക്കുമോ എന്നുള്ള ഭയമുണ്ട്. അമേരിക്കയെ പിണക്കി കഴിഞ്ഞാൽ ഇന്ത്യ അമേരിക്കയും കൂടുതൽ ശക്തമായ ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും പണി കിട്ടുമോ എന്നുള്ള ഭയമുണ്ട്. ഈ ഭയം കൊണ്ടാണ് പാകിസ്ഥാൻ എല്ലാ അർത്ഥത്തിലും പ്രസിഡന്റ് ട്രംപിനെ നോമിനേറ്റ് ചെയ്തു. എവിടേക്ക്? നോബൽ സമ്മാനം കിട്ടാൻ. വേറെ ഒരേ ഒരു രാജ്യം കൂടെ ഇത് ചെയ്തിട്ടുള്ളൂ. ആരാണ്? ഇസ്രായേലും. അതായത് ഇസ്രായേലും പാകിസ്ഥാനും ട്രംപിനെ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ഈ വിധത്തിൽ നിവർത്തികേടാണ് ശരിക്കും പാകിസ്ഥാനെ കൊണ്ട് ഈ അമേരിക്കയുടെ കാല് പിടിപ്പിക്കുന്നത്. ട്രംപ് ആണെങ്കിലോ ഒരു നയതന്ത്ര മര്യാദയില്ലാത്ത മനുഷ്യനാണ്. രഹസ്യമായ ചർച്ചകളും അടച്ചിട്ട മുറിയിൽ നടക്കുന്ന ചർച്ചകൾ വരെ സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി വിളിച്ചു പറയുന്ന ഒരു പോങ്ങനാണ് പ്രസിഡന്റ് ട്രംപ്. അപ്പൊ അയാളെ നമ്പി ഇതൊക്കെ പോയി ആരെങ്കിലും പറയുന്നെങ്കിൽ അവരാണ് ലോകമണ്ടന്മാര്. അപ്പൊ എന്തായാലും ട്രംപ് തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെയും പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെയും നെഞ്ചത്തുള്ള ആണി അടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നമ്മുടെ പ്രതിപക്ഷം ഈ പെർട്ടിക്കുലർ കാര്യത്തിൽ മാത്രം ട്രംപിനെ വിശ്വസിക്കില്ല. ഇവിടെയുള്ള പലരും, അതായത് ഈ കാര്യം പറഞ്ഞത് മാത്രം വിശ്വസിക്കില്ല. ബാക്കിയൊക്കെ ട്രംപ് പറഞ്ഞവർക്ക് വിശ്വാസമാണ്. കാരണം ഇവിടെ ട്രംപ് പറഞ്ഞത് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പാകിസ്ഥാനാണ് തിരിച്ചടി കിട്ടിയെന്നാണല്ലോ. ഓപ്പറേഷൻ സിന്ദൂർ ഭയങ്കര പരാജയമാണെന്ന് പറഞ്ഞു കിടക്കുന്ന രാഗെ പോലുള്ള ആളുകൾക്ക് ഈ ഒരു കാര്യത്തിൽ മാത്രം ട്രംപിന് വിശ്വാസം വരില്ല. കാരണം അവര് ട്രംപ് ഉൾപ്പെടെ ഏത് ലോക നേതാക്കളും ഇന്ത്യയെ കുറ്റം പറഞ്ഞാൽ മാത്രമേ വിശ്വസിക്കുള്ളൂ. നമ്മുടെ രാജ്യത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റുകളും കമ്പനി എടുക്കൂല. അതാണ് ഇവിടുത്തെ സെറ്റപ്പ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.